നമസ്കാരം. ഈജിപ്തും ജോർദാനും കൂടുതൽ ഫലസ്തീൻ അഭയാർത്ഥികളെ സ്വീകരിക്കണമെന്ന ആവശ്യവുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എത്തിയിരിക്കുകയാണ്. ഗസയിൽ ആളുകളെ കൂടുതൽ സുരക്ഷിതമായ സ്ഥലത്ത് പുനരധിവസിപ്പിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് തന്റെ നിർദ്ദേശമെന്നാണ് ട്രംപ് പറഞ്ഞത്. കഴിഞ്ഞ ദിവസം എയർഫോഴ്സ് 1 വിമാനത്തിൽ നടന്ന ചോദ്യോത്തരവേളയിലാണ് ട്രംപിന്റെ ഈ നിർദ്ദേശം തന്നെ ഇവർ മുന്നോട്ട് വച്ചിരിക്കുന്നത് എന്ന് പറയാം. ഇത് സംബന്ധിച്ച് ജോർദാൻ രാജാവ് കിങ് അബ്ദുള്ള രണ്ടാമനുമായി സംസാരിച്ചിരുന്നു. ഈജിപ്ത് പ്രസിഡന്റ് അബ്ദുൽ ഫത്തേഖ് അൽ സിസിയുമായി ഇക്കാര്യം തന്നെ സംസാരിക്കുമെന്നും ട്രംപ് പറഞ്ഞിട്ടുണ്ട്. ഈജിപ്തിൽ കൂടുതൽ ജനങ്ങളെ സ്വീകരിക്കുമെന്ന് കാണാനാണ് താല്പര്യം. 15 ലക്ഷം ആളുകളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അവരെ മുഴുവൻ പുനരധിവസിപ്പിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. ഫലസ്തീനികൾക്കിടയിൽ തന്നെ ബഹുജന പ്രസ്ഥാനം നിലവിലുണ്ട്. ആ പ്രസ്ഥാനം താത്കാലികമോ ദീർഘമോ ആവാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം മുൻ പ്രസിഡന്റ് ജോ ബൈഡൻ തടഞ്ഞുവെച്ച 2000 പൗണ്ട് ബോംബുകൾ ഇസ്രായേലിന് വിട്ടുകൊടുക്കാൻ ട്രംപ് ഉത്തരവിട്ടു. ബോംബുകൾ വിതരണം ചെയ്യാൻ ഏർപ്പെടുത്തിയ നിയന്ത്രണം പിൻവലിക്കാൻ സൈന്യത്തിന് നിർദ്ദേശം നൽകിയതായി തന്നെ വൈറ്റ് ഹൗസ് വൃത്തങ്ങളെ ഉദ്ധരിച്ച് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ബോംബുകൾ വിട്ടുകൊടുക്കാൻ ഉത്തരവിട്ട ട്രംപിന് ഇസ്രായേൽ വിദേശകാര്യ മന്ത്രി ഗിഡിയോൺ സാർ നന്ദി പ്രകടിപ്പിച്ചു. അതേസമയം ഗസക്കാരെ ഈജിപ്തിലും ജോർദാനിലും പുനരധിവസിപ്പിക്കാനുള്ള ട്രംപിന്റെ നിർദ്ദേശത്തിനെതിരെ ഫലസ്തീനിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. ട്രംപിന്റെ നിർദ്ദേശം തന്നെ ഫലസ്തീൻ സംഘടനകൾ ഒറ്റക്കെട്ടായി തള്ളി. യുദ്ധക്കുറ്റങ്ങളെ പ്രോത്സാഹിപ്പിക്കാനാണ് ട്രംപ് ശ്രമിക്കുന്നതെന്ന് ഇസ്ലാമിക് ജിഹാദ് പറഞ്ഞു. ഫലസ്തീൻ ജനതയോട് സ്വന്തം മണ്ണ് വിട്ടുപോകാൻ പറയുന്നത് മനുഷ്യാവകാശ ലംഘനമാണ് എന്ന് സംഘടന ചൂണ്ടിക്കാട്ടി. ഫലസ്തീൻ ജനതയെ സ്വന്തം മണ്ണിൽ നിന്ന് കുടിയിറക്കാനുള്ള പദ്ധതികളെ ഒറ്റക്കെട്ടായി പരാജയപ്പെടുത്തുമെന്ന് ഹമാസ് പൊളിറ്റിക്കൽ ബ്യൂറോ അംഗം ബാസിം നൌയി പറഞ്ഞു. വടക്കൻ ഗസയിലെ തങ്ങളുടെ വീടുകളിലേക്ക് മടങ്ങിപ്പോകാൻ ശ്രമിച്ച ഫലസ്തീനികൾക്ക് നേരെ ഇസ്രായേൽ സൈന്യം നടത്തിയ വെടിവയ്പിൽ ഒരാൾ കൊല്ലപ്പെട്ടു. ഇസ്രായേൽ വെടിനിർത്തൽ കരാറിലെ വ്യവസ്ഥകൾ നടപ്പാക്കുന്നത് വൈകിപ്പിക്കുകയാണ് എന്ന് ഹമാസ് ആരോപിച്ചു. തെക്കൻ ലബനാനിൽ തന്നെ ഇസ്രായേൽ സൈന്യം നടത്തിയ വെടിവയ്പിൽ 3 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഹിസ്ബുള്ളയുമായുള്ള വെടിനിർത്തൽ കരാർ പ്രകാരം തെക്കൻ ലബനാനിൽ നിന്ന് ഇസ്രായേൽ സൈന്യത്തെ പിൻവലിക്കേണ്ട അവസാന ദിവസമാണ് ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തിയത്. വടക്കൻ ഗസയിലേക്ക് തിരിച്ചുവരാനായി ആയിരക്കണക്കിന് ഫലസ്തീനികളാണ് അൽ റാഷിദ് സ്ട്രീറ്റിൽ കാത്തിരുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി മുഴുവൻ ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് അവർ പറയുന്നത്. തകർന്നടിഞ്ഞ വീടുകളുടെ അവശിഷ്ടങ്ങളിൽ ജീവിക്കേണ്ടി വന്നാലും മടങ്ങിപ്പോകാൻ തയ്യാറല്ല എന്നാണ് അവർ പറഞ്ഞത്. ഞങ്ങളാണ് ഈ ഭൂമിയുടെ യഥാർത്ഥ അവകാശികളെന്നും പറയുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇവിടെ ഉറച്ചു നിൽക്കുമെന്നും റാഷിദ് സ്ട്രീറ്റിൽ കാത്തിരിക്കുന്ന ഒരു ഫലസ്തീൻ യുവാവ് അൽ ജസീറയോട് പറഞ്ഞതായിരുന്നു. വടക്കൻ ഗസയിലേക്ക് മടങ്ങി വരാനായി കാത്തിരിക്കുന്ന ഫലസ്തീനികൾ ഒരുപാട് പേരുണ്ട്. ഇസ്രായേൽ അധിനിവേശ സൈന്യം തങ്ങളുടെ വീടുകൾ കവർന്നെടുത്ത് തങ്ങളെ പുറന്തള്ളിയതിന്റെ ഓർമ്മയ്ക്ക് 7 പതിറ്റാണ്ടായി തങ്ങളുടെ വീടിന്റെ താക്കോലുകൾ പൂർവികർ സൂക്ഷിക്കുന്നുണ്ട് എന്ന് പറയുന്നു. ജന്മനാട് തിരിച്ചുപിടിക്കണമെന്നത് മാത്രമാണ് അവരുടെ ലക്ഷ്യം. ഇസ്രായേൽ അധിനിവേശ സേന ഗാസ മുനമ്പിനെ മുഴുവൻ കരിഞ്ഞുണങ്ങിയ ഭൂമിയാക്കി മാറ്റിയിട്ടുണ്ട്. വെടിനിർത്തൽ കരാർ ആദ്യഘട്ടത്തിൽ ഭാഗമായുള്ള 2ാം ബന്ദിമോചനം കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് നടന്നിരുന്നു. ബാക്കിയുള്ള മോചനങ്ങളൊക്കെ നടക്കുന്ന കാഴ്ചയും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്.